ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സിന്ദൂരപ്പൊട്ടിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രുക്മിണിയും അതേപോലെ തന്നെ മണ്ടോദരിയും കൂടി ഭയങ്കര തർക്കമാണ്. അപ്പോൾ മണ്ടോദരി ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ സൈൻ ചെയ്തു എന്ന് പറഞ്ഞുള്ള സത്യം തന്നെയാണ്, പക്ഷേ നിന്നോട് പൈസ ചോദിച്ചെന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷേ ആ 10 ലക്ഷം രൂപ ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നോ മണ്ടോദരി? നീ അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത്. ഞാൻ ആ പൈസ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ നിൽക്കുന്നു. ആ സമയത്ത് നീ എങ്ങനെ മനസാക്ഷി ഇല്ലാതെ എന്നോട് സംസാരിക്കുന്ന മണ്ടോദരി? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മണ്ടോദരി വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം ആ വീട് മണ്ടോദരിക്ക് സ്വന്തമാക്കണമല്ലോ. അങ്ങനെ മണ്ടോദരി പറയണ, നീ എന്താ വീണ്ടും എൻ്റെ മുന്നിൽ കിടന്ന് വേഷം കെട്ടുകയാണോ? എൻ്റെ മുന്നിൽ കിടന്ന് വേഷം കെട്ടാൻ നിൽക്കരുത്. എനിക്കറിയായിരുന്നു ഇത് അങ്ങനെ ആയിരിക്കുമെന്ന്. കാരണം എൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ നീ എണ്ണി മേടിച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ നീ എന്നോട് കിടന്ന് പെരുമാറുകയാണല്ലേ. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഏട്ടൻ എന്താണ് എന്നോട് പറഞ്ഞത്? അവളുടെ വയറ്റിൽ 2 ഇരട്ടക്കുട്ടികളാണ്, അതുകൊണ്ട് ആ കുട്ടികളെ പ്രസവിക്കുന്നവിടം വരെയെങ്കിലും ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഇവളുടെയൊക്കെ സ്വഭാവമാറ്റം കണ്ടില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് തന്നെ ഈ വീട് വിട്ട് ഇറങ്ങണമെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഗതി അതോ ഗതിയായി പോയാനേ ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഈ മണ്ടോദരി സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിക്കും ആകെ കാലി വരികയാണ്. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാടി. നീ അനാവശ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും മണ്ടോദരി നീ അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തുകൂടുകയാണ്. അപ്പോൾ ഒത്തുകൂടി കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിയാണെങ്കിൽ ഇറങ്ങടി, എൻ്റെ വീടാടി ഇത്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മണ്ടോദരി നീ ഇതിനൊക്കെ അനുഭവിക്കും. ഞാൻ അനുഭവിച്ചോളാം, അതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് അങ്ങനെ വലിയ വീട്ടിൽ കഴിയണമെങ്കിൽ നിൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ അദ്ദേഹത്തോട് പറയണമായിരുന്നു നിനക്ക് വലിയ വീട്ടിൽ കിടന്നുറങ്ങാനായിട്ട് മോഹമുണ്ടെന്ന്. അങ്ങനെ നിൻ്റെ ഭർത്താവ് സമ്പാദിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ വേണം നീ കിടന്നുറങ്ങാനായിട്ട്. അല്ലാതെ ഇവിടെ കയറി നിരങ്ങാനായിട്ട് നിൽക്കരുത്. ഇപ്പം എൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം വീട്. ഈ വീട്ടിൽ നിനക്ക് നിൻ്റെ മക്കൾക്കൊന്നും യാതൊരു വിലയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇളയച്ചൻ്റെ മകളാണെങ്കിൽ നിങ്ങൾക്ക് നാണൂല്ലേ, നിങ്ങൾ എന്തിനിങ്ങനെ കിടന്ന് സംസാരിക്കുന്നതെന്ന് ശാരി ചോദിക്കുക. കഴിഞ്ഞപ്പോഴേക്കും നീ ആരുടെയിൽ പറയും? ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, ഞങ്ങളായിട്ട് തന്നെ തീർത്തോളാം. നീ ഇവിടെ ഈ കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കരുത് എന്നിങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രുക്മിണിയെ അനാവശ്യമായ രീതിയിൽ, അതായത് ഈ ഭർത്താവിൻ്റെ കുഞ്ഞല്ല, അവൾ വേറെ വഴിപടിച്ചുണ്ടാക്കിയ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായ രീതിയിലൂടെ സംസാരിക്കണം എല്ലാവരും മുന്നിൽ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രുക്മിണിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ആയില്ല. അപ്പോൾ രുക്മിണി ഇവളെ തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഇടപെടുകയാണ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാമെന്ന് വീണ്ടും ഈ മണ്ടോദരി പറയുക. അപ്പോൾ മണ്ടോദരി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങുവാടി, ഇനി ഈ വീട് നിന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇത് എൻ്റെ അച്ഛൻ സമ്പാദിച്ച വീടാ, നീ കണ്ടോ? ഇതിനേക്കാളും വലിയ വീട്ടിൽ ഞങ്ങൾ താമസിക്കുക തന്നെ ചെയ്യും. സമ്പാദിച്ചുണ്ടാക്കിയ പൈസക്ക് തന്നെ ഞങ്ങളൊരു വീട് കെട്ടുപടി. ആ നിമിഷം നീ എൻ്റെ മുന്നിൽ വന്ന് പറയും, ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും മുഴുവനും തെറ്റായിരുന്നു ചേച്ചി, എന്നോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന ഒരു ദിവസം വരുവടി എന്നും പറഞ്ഞുകൊണ്ട് രുക്മിണി വെല്ലുവിളിക്കാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും മണ്ടോദരിയും, നീ കണ്ടോ, നിനക്ക് ഒരു ഗതിയും പരഗതിയും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഇതേപോലെ തന്നെ ഭിക്ഷ യാചിച്ച് നീ നടക്കും. ആ സമയം നീ എൻ്റെ മുന്നിലേക്കും വരും രുക്മിണി. ഞാൻ ചെയ്തത് മുഴുവനും തെറ്റാണ്, നിൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ ഞാൻ തന്നെയാണ് മേടിച്ചത് എന്നും പറയുന്ന ഒരു കാലം വരും രുക്മിണി എന്നും പറഞ്ഞുകൊണ്ട് ഈ രുക്മിണിയാണെങ്കിൽ വേഗം പിള്ളേരെ എടുത്തിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. അപ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടി ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ സുബലക്ഷ്മി ചോദിക്കുകയാണ്, അമ്മേ നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? നമുക്കിനി പോകാനൊരു ഇടയില്ലല്ലോ അമ്മ, എൻ്റെ കാലൊക്കെ വേദനിക്കുന്നു അമ്മേ നടന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിക്കാകെ സങ്കടം തോന്നുക. രുക്മിണി പറയാണ്, സാരമില്ല മോളെ, നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഇരിക്കാം കേട്ടോ, അമ്മ കാല് തടക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിൻ്റെ കാലൊക്കെ തടയി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അനന്ത് പറയാണ്, അമ്മ വിഷമിക്കണ്ട അമ്മേ, അമ്മ കരയല്ലേ, അമ്മയെ ഞാൻ നോക്കും അമ്മേ, നമുക്ക് വലിയ വീട് വെക്കണം അമ്മേ, എന്നിട്ട് ആ ആൻറ്റിയില്ലേ, ആ ആൻറ്റിയുടെ മുന്നിൽ നമുക്ക് ജീവിച്ച് കാണിക്കണം അമ്മേ, അമ്മയെ ഞാൻ നോക്കും, അമ്മയെ അനിയത്തിയെ ഞാൻ നോക്കും അമ്മേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനന്തുവിൻ്റെ ആ ഒരു
കൊച്ചു വായിൽ വലിയ വർത്തമാനം കിട്ടിയപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ അനന്തൂരി ഇങ്ങനെ ചേർത്ത് പിടിക്കണം. അങ്ങനെ അനന്ത് പിന്നീടൊന്നും ചിന്തിച്ചില്ല. അനന്ത് നേരെ അവിടെ നിന്ന് വെച്ചാൽ ആ ഒരു ബിൽഡിങ് കെട്ടുക. ആ സമയത്ത് ആ ഒരു ബിൽഡിങ്ങിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവർ ആ ഒരു ഓണറിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുക. എന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ കൊച്ചേ, നിനക്ക് എന്താ വേണ്ടത്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഈ അനന്ത് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നി. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണതേ, അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മയും അനിയത്തിയും. എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം. നിനക്ക് എന്ത് ജോലി ചെയ്യാനറിയാം? എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. കല്ല് ചുമക്കോ നീയാ? ഞാൻ കല്ല് ചുമന്നോളാം. എങ്കിൽ പിന്നെ ആ പണി തരാം. അതെ സാറേ, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ അമ്മയും അനിയത്തിയും ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് പൈസ തരാവോ? അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനാ. എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ദയവ് ചെയ്ത് സാറേ എനിക്ക് പൈസ തരാവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. ശരി, നീ അവർക്ക് പോയി ഭക്ഷണം മേടിച്ച് കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ അനന്തുവാണെങ്കിൽ നേരെ ഇവരെയും കൂട്ടിക്കൊണ്ട് പോവുക. ഇവരെയും കൂട്ടിക്കൊണ്ട് ഒരു കൂരക്കുള്ളിൽ ചെന്ന് അനന്ത് ഭക്ഷണമായിട്ടൊക്കെ വരികയാണ്. അമ്മേ ഇത് കണ്ടോ അമ്മേ, ഭക്ഷണം ഉണ്ടോ, നിങ്ങൾ രണ്ടുപേരും കഴിക്കണം. ഞാൻ പോവാ. അയ്യോ മോനെ അനന്തു പോകല്ലേടാ. എടാ നീ കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, എനിക്കവിടെ ജോലി ചെയ്യാനുണ്ട്, ഞാൻ പോവാണമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനന്ത് ഭയങ്കര ധൃതിയിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്ന് പോയി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും അനന്തു അമ്മേ ഇങ്ങോട്ട് വന്നേ അമ്മേ, അമ്മക്കൊരു കാര്യം കാണണോ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ നിറയെ പൈസയുണ്ട്. ആ പൈസ എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക. അമ്മേ എനിക്ക് ശമ്പളം കിട്ടിയമ്മേ, അമ്മയ്ക്ക് തരാൻ വേണ്ടി ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നാളുകൾ ഇങ്ങനെ പോയി. നമ്മുടെ അനന്തു കുറേ ജോലികളും പലതരം ജോലികളും ഒക്കെ ചെയ്ത് ആ കുടുംബം പുലർത്തി. അങ്ങനെ അനന്തു വലുതായി വലിയൊരു പുരുഷനായി. അങ്ങനെ അനന്ത് ഒരു ഓട്ടോറിക്ഷ മേടിക്കുക. അപ്പോൾ ഓട്ടോറിക്ഷ മേടിച്ച് നല്ല സ്റ്റൈലായിട്ട് ആ വീട്ടിലേക്ക് വന്നിരിക്കുക. വീട്ടിലേക്ക് വന്നിട്ട് അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുകയാണ്. ഇന്ന് ഒന്നമ്മ ഇതെന്താന്ന് നോക്കി. അപ്പോൾ സുബലക്ഷ്മിയും അതേപോലെ തന്നെ 2 ഇരട്ട പിള്ളേരൊക്കെ വലുതായി. അവരെല്ലാം പക്ഷേ സുബലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു പെണ്ണായിട്ടാണ് തീർന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, രുക്മിണിക്ക് ഭയങ്കര സന്തോഷം. രുക്മിണി ആണെങ്കിൽ നേരെ ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് ചെന്നിട്ട് മോനെ നമ്മുടെ പുത്തൻ ഓട്ടോയാണ്, നമ്മുടെ സ്വന്തം ഓട്ടോ. പിന്നെ അല്ലാതെ അമ്മേ, അല്ല നമ്മുടെയും പകുതി ബാങ്കുകാരുടെയും പകുതി. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അമ്മ ലോൺ അടിച്ച് തീർക്കണ്ടേ അമ്മേ, അപ്പോൾ ബാങ്കുകാർക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മോനെ എന്തായാലും നമുക്കൊരു ഓട്ടോറിക്ഷ വന്നല്ലോ, ഒത്തിരി സന്തോഷമായി. അപ്പോൾ നന്ദിനിയാണെങ്കിൽ അയ്യോ സൂപ്പർ ചേട്ടാ, എനിക്ക് ഈ ഓട്ടോറിക്ഷ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ സുബലക്ഷ്മി ആണെങ്കിലോ പിന്നെ ഒരു ഓട്ടോറിക്ഷ പാട്ട ഓട്ടോറിക്ഷ കൊണ്ട് വന്നിരിക്കുക, പറച്ചിൽ കേട്ടാൽ തോന്നും BMW ആണെന്ന്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആക്കിയ രീതിയിലാണ് ഈ സുബലക്ഷ്മി സംസാരിക്കുന്നത്. പക്ഷേ സുബലക്ഷ്മിയെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ അനന്തമാണെന്നുള്ള കാര്യം ഈ പെണ്ണ് അങ്ങോട്ട് മറന്നു പോയിരിക്കുക. അങ്ങനെ നമ്മുടെ അനന്തുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം തനിക്ക് ഈ ഒരു ലെവലിൽ എത്താനായിട്ട് സാധിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക. ഭക്ഷണം കഴിച്ച് ഭക്ഷണം എല്ലാം വിളമ്പി കൊടുക്കുക. അപ്പം നമ്മുടെ അമ്മയാണെങ്കിൽ അനന്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം. മോനെ അനന്തു, എടാ മോനെ, നീ പകൽ മുഴുവനും കിടന്നിങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കണ്ടേ? ഓടിക്കണം അമ്മേ, എന്നാലല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ, നമുക്ക് ഈ കുടുംബം പുലർത്തണ്ടേ. അതുകൊണ്ട് നമ്മ ഇങ്ങനെയെല്ലാം ചെയ്താലേ മതിയാവുള്ളൂ. അതല്ല മോനെ, ഈ പൊരിഞ്ഞ വെയിലത്ത് നീ ഓട്ടോറിക്ഷ ഓടിച്ച് എൻ്റെ മോനാകെ കരിഞ്ഞു പോകും മോനെ, നീ ആകെ കറുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 2 പെങ്ങന്മാരും കൂടി ഇരുന്ന് ഭയങ്കര ചിരിയാ. എന്താടി നീ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് അല്ലമ്മേ, പറയുന്നതിലും ഒരു ന്യായം വേണ്ടേ? അല്ല ചേട്ടൻ എപ്പോഴാണ് അമ്മ വെളുത്തിരുന്നിട്ടുള്ളത്? ഇപ്പോഴും കറുത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. പറയുന്നതിലും ചിലക്ക് ന്യായമൊക്കെ വേണ്ടമ്മേ. എടി എൻ്റെ അനന്തുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അവനെൻ്റെ പൊന്നു മോനാ, അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതിൽ ഇഷ്ടപ്പെടില്ല, എന്നെയൊക്കെ നല്ല അടിച്ച് ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. ആ സമയത്താണ് വരുന്നു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രാജി. അപ്പോൾ രാജിയുടെ കരച്ചിടെ എൻ്റെ രാജി, ഇതെന്താ ഈ സമയത്ത് നീ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്ന് ചേച്ചി, അപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയാണ്. എൻ്റെ 2 ആൺമക്കളാണല്ലോ, അവർ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണുങ്ങൾ എന്നെ അടിച്ചിറക്കി, അമ്മായിയമ്മയെ നോക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അടിച്ചിറക്കിയത്. എനിക്ക് പോകാനൊരു ഇടവുമില്ല എൻ്റെ ചേച്ചി. ഞാനിവിടം വരെ വന്നത്
ബാങ്കിലുണ്ടായ ഉള്ള ചില്ലറ മുഴുവനും പിറക്കി ബസ്സിന് കൊടുത്താണ് ഞാൻ ചേച്ചിയുടെ കാര്യം ആലോചിച്ചപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോഴേക്കും ചേച്ചി എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലേ ചേച്ചി, നിങ്ങളുടെ ഇടയിൽ ഞാനും കഴിഞ്ഞോട്ടെ, എന്നൊരു വേലക്കാരിയായിട്ട് മാത്രം കണ്ടാൽ മതി, എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം ചേച്ചി, ചേച്ചി ഞാനിവിടെ നിന്നോട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാജി ഇതെന്ത് ചോദ്യം രാജി, ഞങ്ങൾ ഇത്രയും പേരില്ലേ, അതിൻ്റെ കൂടെ നീയും കൂടി കഴിഞ്ഞെന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, നിനക്ക് ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറയുക. അപ്പോൾ ചേച്ചി ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതാ, ഇതുവരെയായിട്ടും ഒരു തുള്ളി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും തരുമോ ചേച്ചി? എന്താ ചെറിയമ്മ ഇത് എന്ന് അനന്ത് ചോദിക്കുക. ചെറിയമ്മ ഇവിടെ ഇരിക്കുക, ഞാൻ ഭക്ഷണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ രാജിയാണെങ്കിൽ ഭയങ്കരേറെ കരച്ചിൽ. എന്തിനാ ചെറിയമ്മ എന്തിനിങ്ങനെ കരയുന്നത്? ചേച്ചി ഞാനേ ഇവിടെ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഈ ഭക്ഷണത്തിൻ്റെ വില ഒരിക്കലും ഞാൻ മരിച്ചാലും മറക്കില്ല ചേച്ചി, എപ്പോഴും ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടവളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. ഈ സമയം തന്നെ മണ്ടോദരി വേറൊരു പ്ലാൻ ചെയ്യുകയാണ്, അവരെ അവിടെ നിന്നും അടിച്ചിറക്കണം. ഇതാണ് മണ്ടോദരിയുടെ പ്ലാന്. അങ്ങനെ ഇവരിപ്പോൾ വാടകക്കാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ആ ഓണറെ വിളിച്ചിട്ട് പറയാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ കയ്യിലേക്ക് കുറേ പൈസ വെച്ച് കൊടുക്കുകയാണ്. ശരി മേഡം, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ഈ ഓണർ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അനന്തു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ അനന്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഓണർ ഇതെന്താ നിങ്ങൾ ഈ സമയത്ത്, എന്താ സാറെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അല്ല ഇവരാരാ? രാജിയെ നോക്കി ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ ഇളയമ്മയാണ്, ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളു. ഓഹോ കൊള്ളാം, അപ്പോൾ ഇളയമ്മ ഇനി മുതലേ നിങ്ങളോടൊപ്പമാണ് താമസിക്കാനായിട്ട് പോകുന്നത്? അത് പിന്നെ അതെ ചേട്ടാ, ഞങ്ങളോടൊപ്പം താമസിക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് അനന്തു എന്നോട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇനി വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നോട് പറയണമെന്ന്, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കണം. അയ്യോ ചേട്ടാ, നാളെ ആണെങ്കിലും പറയാമല്ലോ, ഈ രാത്രി ചേട്ടനോട് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് കൊണ്ടാണ്, അല്ലെങ്കിലും ഈ രാത്രി എന്തിനാ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഓടി വന്നത്? അല്ല ഏതായാലും ചേട്ടൻ ഇങ്ങോട്ട് വന്നല്ലോ, എന്തോ കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ പറയട്ടാ. കാര്യമുണ്ട് അനന്തു, കാര്യമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. അതെ, ഇവിടെ ഇത്രയും വലിയ വീട് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഞാനേ കൊടുക്കുള്ളൂ, വേറെ നീ എവിടെ വേണമെങ്കിലും പോയി അന്വേഷിച്ചോ, എല്ലാം വാടക കൂട്ടിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഈ 10,000 രൂപ മാസ വാടക വേണം. പിന്നെ നീ എനിക്ക് 70,000 രൂപ അഡ്വാൻസ് തന്നിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ഒരു 50,000 രൂപയും കൂടി എനിക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ ഒന്ന് ഞെട്ടിയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.